ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, അവരുടെ ചിന്തകളിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള വിചാരങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഓണം ഓഫറാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്? ഫൈവ് ഓഫ് കപ്സും ദ മൂൺ കാർഡും വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി എടുക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്? യൂണിവേഴ്സ്, പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്? രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ, ചാരിയറ്റ്. കിങ് ഓഫ് പെൻഡക്കിളാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ക്ലാരിഫിക്കേഷൻ നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്? ഹൈ പ്രീസ്റ്റസ്, എംപ്രസ്, നൈൻ ഓഫ് സോഡ്സ്, the person's current thoughts, six of cups, three of wands ആണ് bottom of the deck. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഇവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഫസ്റ്റ്. എല്ലാ കാർഡ്സിലും അത് വളരെയധികം ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒറ്റപ്പെട്ട് പോയതുപോലെയുള്ളൊരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തിനെ മാത്രമല്ല വേറെ ആരുടെയും സ്നേഹത്തെ കടത്തി വിടാതെ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൈവവിശ്വാസി ആയിപ്പോയി എന്നല്ല മീൻ ചെയ്യുന്നത്. അവർ ദൈവവിശ്വാസി ആയിരിക്കാം, ദൈവത്തിനോട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ലാതെ ഇവിടെ വേറൊരു കാര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഒരു കർമ്മ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി. ഓക്കെ, അതായത് ഒരു കർമ്മ അവർക്ക് ലൈഫിൽ ലഭിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ആൻസർ കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സ് അതിനുള്ളൊരു പ്രതിഫലം കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അതുകൊണ്ടായിരിക്കാം അവരിപ്പോൾ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ അവനവനെ തന്നെ സ്നേഹിക്കാൻ അവർ തുടങ്ങി. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്ന 3 കാർഡുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു 3 കാർഡുകളും ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് പോലും 3 ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ പേഴ്സണെ കുറച്ച് കൂടുതൽ അധികാരത്തോടെ ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് പൂർണ്ണ അവകാശം എടുത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളെയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ആ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ പാഠങ്ങൾ നിങ്ങളുടെ വ്യക്തി പഠിച്ചു കഴിഞ്ഞു. സോ അത് തന്നെയാണ് അവർക്കുള്ള കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത് അവർ ആ തേർഡ് പാർട്ടിയിൽ നിന്നും എന്തൊക്കെയോ ലിസൺ എടുത്ത് കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, ജോബ് അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ വ്യക്തി ആ ഒരു കാര്യത്തിനാണ് നിങ്ങളെ മാറ്റി നിർത്തി പോയതെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് കിട്ടിയിട്ടുള്ള ഒരു കർമ്മ എന്ന് പറയുന്നത് സന്തോഷമുണ്ടായിട്ടും, അതായത് അവർ സ്റ്റെബിലിറ്റിയിൽ അവർ ഓക്കെ ആയി, അവർക്കെല്ലാ സ്റ്റെബിലിറ്റിയും കിട്ടി, പക്ഷേ അവിടെ ഒരു കുറവ്, എന്തോ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുക, മിസ് ചെയ്യുക, കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ നിങ്ങളെയാണ്. ഓക്കെ, ഞാൻ രണ്ടായിട്ട് പറഞ്ഞതാണ്, കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുമാവാലോ, അതുകൊണ്ട്. ഓക്കെ, ഇവിടെ കൂടുതലായിട്ടൊരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ അവകാശം കാണിക്കുന്ന ഒരു വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് 5 ഓഫ് കപ്സ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി വളരെ എലോൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരിലേക്ക് ആരെയും കടത്തി വിടുന്നുമില്ല, അവരായിട്ട് പോകുന്നുമില്ല. ഓക്കെ, അതായത് തൻ്റെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പറയുന്നില്ല, അറിയിക്കുന്നില്ല, എന്നാൽ മറ്റുള്ളവരോടും ആരോടും ഷെയർ ചെയ്യുന്നില്ല. അവർ സ്വയം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളിൽ സൈലൻ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വ്യക്തി എന്തിനേക്കോ ഒരുപാട് പേടിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ ചാരിയറ്റ് കാർഡ് എന്ന കാർഡ് ഇവിടെ ഫൈനലി അവസാനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു കർമ്മ സ്റ്റേജിലൂടെ അവിടെ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളോട് ചെയ്തതിനുള്ള പ്രതിഫലമായിരിക്കാം, അല്ലെങ്കിൽ അവർ ലൈഫിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പാഠം ഓക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഈ ഒരു കർമ്മ കിട്ടിയപ്പം ഏറ്റവും കൂടുതൽ ആലോചിച്ചതും ഒരു വാല്യൂ മനസ്സിലാക്കിയതും നിങ്ങളുടെയാണ്. ഓക്കെ, അതായത് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തിട്ടുള്ളത്. ചിന്തിച്ചതും എന്തിനായിരുന്നു അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്തതെല്ലാം നിങ്ങളെ ഉപദ്രവിച്ചത് ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമാണെങ്കിലും മനഃപൂർവ്വമല്ലെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചത് ആലോചിച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളത് ഈ ഒരു കർമ്മ സ്റ്റേജിലൂടെ കടന്നു പോയപ്പോൾ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം, എന്തെങ്കിലും സംതിങ് നിങ്ങൾക്ക് മിസ് കോൾ വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ, ദെൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ അറിയാതെ വന്നതാണെന്ന് പറയുകയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായി അല്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണത്, ഒരു വൈബ്രേഷനാണത്. ഓക്കെ, അപ്പം ഈ ഒരു സമയത്ത് അവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് നിങ്ങളെയാണ്. വീണ്ടും ഒരു പ്രപ്പോസൽ തരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ പേഴ്സണ് ഇവിടെ ഒരു പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങളോടത്തോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം ഒരു ചീറ്റിംഗ് ആണ് ഈ പേഴ്സൺ നടത്തിയതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൻ്റെ ഉള്ളിൽ ഒരു വിചാരം ഉണ്ടാകും, ആദ്യം ഞാൻ ഇങ്ങനെ ചെയ്തതല്ലേ, അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൾ, സ്നേഹിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ ഞാൻ പാലിച്ചിട്ടില്ലായിരുന്നല്ലോ, സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴെങ്ങനെയായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ എടുക്കുക, അല്ലെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു വിചാരം നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. ഓക്കെ, ആ ഒരു തോട്ട്സ് അവർക്കുണ്ട്. സോ വീണ്ടും വരാനുള്ളൊരു തയ്യാറെടുപ്പ് അവിടെ ബ്ലോക്ക് ചെയ്ത് അവർ വെച്ചേക്കുന്നത് പോലും ഈ ഒരു പേടി കൊണ്ടാണ്. ഓക്കെ, അതായത് ചിലപ്പം അങ്ങനെ ചീറ്റ് ചെയ്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. സാഹചര്യം കൊണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഓക്കെ, സാഹചര്യം ഭയങ്കരമായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ പേഴ്സണ്
ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ അവർക്ക് സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ തീരുമാനങ്ങളിൽ അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വരാനുണ്ട്. ഓക്കെ, കുറച്ചും കൂടി അതായത് തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്റ്റെബിലിറ്റി അവർക്കിവിടെ അത്യാവശ്യമാണ്. ഓക്കെ, അതും കൂടി ഒന്ന് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ കാണുന്നത്. സ്വീകരിക്കണോ സ്വീകരിക്കണ്ട എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ വന്നൂടെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചിലരെങ്കിൽ കമൻറ്റ് ചെയ്യും. പക്ഷെ മനസ്സിലാക്കുക, ആ പേഴ്സൺ ഇവിടെ മൂൺ എനർജി, ഇത് മൂൺ കാർഡാണ്, മൂൺ എനർജി വന്നിട്ടുണ്ട്. ആ പേഴ്സണ് പേടിയാണ്. നിങ്ങളതിനെ എങ്ങനെ എടുക്കും, നിങ്ങൾ കൊടുക്കുന്ന റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളൊരു പേടി ഈ പേഴ്സൺ ഉള്ളതുകൊണ്ട് ആ പേഴ്സൺ ഒന്ന് ബൗണ്ടറി സെറ്റ് ചെയ്ത് ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ അതിന് ഇങ്ങനെ സ്വയം ഒരു സ്റ്റെബിലിറ്റി, അതായത് ലൈഫിൽ സ്റ്റെബിലിറ്റി അല്ല, അവർക്ക് വേണ്ട ഒരു സ്റ്റെബിലിറ്റി അവരിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, പറയാനുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളെടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. ഇപ്പോഴും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി അവർക്കുണ്ട്. അതും നിങ്ങളെ പേടിച്ചിട്ട് തന്നെയാണ്. അവരാരൊക്കെയോ ലൈഫിൽ പേടിക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ള ആളുകളെ മൂൺ എനർജി വന്നതുകൊണ്ട് പറയാണ്, ആരൊക്കെയോ ഒരുപാട് പേടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ട്രസ്റ്റ് ഇഷ്യൂ വന്നതുപോലെയുള്ളൊരു സംതിങ് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലും ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ അവർക്കും ചെറിയൊരു ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് സോർട്സ് എന്ന കാർഡും 6 ഓഫ് കപ്സ് എന്ന കാർഡും ഇവിടെ വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾ തന്നെയാണ്. അതുപോലെ തന്നെ അതായത് കുടുംബഭാരമായിരിക്കാം, അല്ലെങ്കിൽ വാല്യൂഡ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിൽ കുറച്ച് വാല്യൂഡ് ആയിട്ടുള്ള, കുറച്ചെന്നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്ന, അല്ലെങ്കിൽ അവകാശത്തോടെ തീരുമാനങ്ങൾ പറയാൻ പറ്റുന്ന ഒരു എന്താ പറയുക, കുറച്ച് ഇവരെക്കാൾ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. മേ ബി അത് പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈഫ്, ഹസ്ബൻഡ്, അങ്ങനെ ആരുമായിരിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്ന അവരെ തോട്ട്സിൽ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ അവർ എലോൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. തുടക്കിയ ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ഇത് ബൗണ്ടറി സെറ്റ് ചെയ്ത് ആരെയും കടത്തി വിടാതെ അവർ ഇരിക്കുന്നുണ്ട്. അത് മേ ബി ഈ ഒരു അനുഭവത്തിലൂടെയൊക്കെ ആയിരിക്കാം അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളെ അവർ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അവരുടെ മാറ്റം, ചേഞ്ച് നോക്കുമ്പോൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പാണ്, പ്രപ്പോസ് ചെയ്യാനുള്ള. ഇനി അവർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നതിനേക്കാൾ ഇരട്ടി സ്നേഹമായിരിക്കും നിങ്ങൾക്ക് തരിക. കാരണം ആദ്യം നിങ്ങൾക്ക് തന്ന സ്നേഹത്തെ അവർ തന്നെ തട്ടി മാറ്റിയിട്ട് നിങ്ങളെ വെറുപ്പിച്ചിട്ട് പോയതായിരിക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെയും അവർ കയറി വരുന്ന സമയത്ത് ഇനി അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിട്ടായിരിക്കും അവർ വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു കർമ്മ എന്തായാലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റേജിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരു പേടി നിൽക്കുന്നത്, അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില പേടികൾ ഈ പേഴ്സൺ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വേറെ വ്യക്തികളുടെ കൂടത്ത് പോയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒന്നും പറയാതെ ഇങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ റിപ്ലൈ ചെയ്യാതെ, അതായത് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാതെയും, നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ഫീലിങ്സ് ഒന്നും അവർ ഷെയർ ചെയ്യുന്നില്ല, അവരെല്ലാം ഹൈഡ് ചെയ്ത് വെക്കുകയാണ് അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെങ്ങാനും ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ വേറെ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള തോട്ട്സ് അവരെ ഭയങ്കരമായിട്ടും പേടിപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അത് അവർ ആൻസൈറ്റിയിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. ആ ഒരു പേടി ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഫെമിനിൻ എനർജി കൂടുതൽ വരുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ആയിട്ടാണ്. അതായത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ പ്രശ്നത്തിന് കാരണമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയുടെ എനർജി, ഒരു ഫീമെയിൽ എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എനിക്കൊരു മെയിൽ എനർജിയാണ് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ എല്ലായിടത്തും അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത്, കൂടുതലായിട്ടും ഇവിടെ കാണിക്കുന്ന ഒരു എനർജി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരു പേടിയുണ്ട്, നിങ്ങളെങ്ങാനും വേറെ പോയിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ
എന്താണ് വേറെ റിലേഷൻഷിപ്പ് ആയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ മറന്നിട്ടുണ്ടാകുമോ, ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരുന്നാൽ വിട്ടുപോകുമോ എന്നൊക്കെയുള്ളൊരു പേടി ഇവിടെ എന്തായാലും ഉണ്ട്. അതെന്തായാലും നല്ലതാണ്, കാരണം അവർ വാല്യൂ കൂടുതലായി മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം വാല്യൂ മനസ്സിലാക്കിയാലാണല്ലോ പിന്നീട് വേദനിപ്പിക്കാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വാല്യൂ മനസ്സിലാക്കിക്കോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഒന്ന് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്, എൻ്റെ വ്യൂവേഴ്സിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ്. എപ്പോഴും പേഴ്സൻ്റെ കറണ്ട് തോട്ട്സും ഫീലിങ്സും മാത്രം നോക്കിയിട്ട് അവരുടെ സിറ്റുവേഷനും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ എനർജിയും കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് ആകും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് ആകും. ഇവിടെ സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇല്ലായ്മ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ എന്തെങ്കിലും ആക്ഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് തന്നെ എന്തെങ്കിലും എനർജി ഭയങ്കര ഡൗൺ ചെയ്ത് ഒന്നിലും പോവാതെ വെറുതെ ഒരു ദിവസം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്യുക ലൈഫിനെ. നിങ്ങൾ വെറുതെ ഓവർ തിങ്ക് ചെയ്യുന്നതാണ്, നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിൽ ശ്രദ്ധിക്കുക. ആൻഡ് അതുപോലെ തന്നെ അവനവൻ്റെ പവർ തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അതായത് സ്വയം ഒന്ന്, ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലാതെ വെറുതെ ഒരു അലസത നിങ്ങൾക്ക് വരുന്നുണ്ട്, ബാലൻസ് ഇല്ലായ്മ ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്വയം ഒന്ന് വെറുതെ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. വെറുതെ എന്തിനാണ് ഞാൻ ഈ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിൽ എനിക്ക് എന്ത് ബെനിഫിറ്റാണുള്ളത്, അല്ലെങ്കിൽ എന്നിൽ നിന്നും എന്താണ് അത് എടുത്തുകൊണ്ട് പോകുന്നത്, എന്നെ ഏത് രീതിയിൽ അത് നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്ത് നല്ലതാണ് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ഈ ചിന്തിക്കുന്നതിൻ്റെ കൂടത്തൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എണീറ്റ് പോരാൻ വേണ്ടി തോന്നും. അതുപോലെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ലൈഫിൽ സാധിക്കും. സോ ഒരു സ്ട്രെങ്ത് ഇല്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ബാലൻസ് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ബാലൻസ് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ആക്ഷൻസ് എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം, കുറച്ച് ചേഞ്ച് കൊണ്ടുവരണം. ഓക്കെ, അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. ഒരു കാർഡും കൂടി എടുക്കാം. സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സെൽഫ് കോൺഫിഡൻസ് കുറവായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പിലെ പേഴ്സൺസ് തിരിച്ചു വരാൻ തന്നെ ആയിരിക്കാം അല്ലേ. അങ്ങനെയെങ്കിൽ നിങ്ങളിവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പേഴ്സൺ എത്തും, ഡെഫിനറ്റ്ലി അവരുടെ ടൈമിൽ അവരെത്തും. ഓക്കെ, കാരണം അവർ ചിന്തിക്കട്ടെ, അവർക്ക് വാല്യൂ മനസ്സിലാവട്ടെ. വാല്യൂ മനസ്സിലാവാതെ വന്നിട്ടും വലിയ കാര്യമില്ല, തേർഡ് പാർട്ടികൾ എൻഡാകാതെ വന്നിട്ടും വലിയ കാര്യമില്ല. നിങ്ങൾ ഈ സിറ്റുവേഷൻസ് പിന്നെയും ഫേസ് ചെയ്യേണ്ടി വരും. സോ അത് എൻഡാവുന്നതാണ് ഏറ്റവും നല്ലത്, മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന് തന്നെ എനിക്കത് കിട്ടണം, കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് ആഗ്രഹിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ദിവസം ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 100 ദിവസത്തെ സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, ഇവിടെ എനിക്ക് 2 ഓഫ് കപ്സ് വന്നതുണ്ടോ. നിങ്ങളുടെ സ്നേഹം ഷെയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ലതാണ്, നല്ല കാര്യമാണ്. പക്ഷേ അവനവൻ്റെ റെസ്പെക്റ്റും വാല്യൂ ഒന്ന് കീപ്പ് ചെയ്ത് വെക്ക്, അത് വിട്ട് കളയേണ്ട കാര്യമില്ല. ഓക്കെ, വരുമ്പോൾ വരട്ടെ. ഓക്കെ, മനസ്സിലാകും നിങ്ങളുടെ ഫീലിങ്സ്. പക്ഷേ എന്നിരുന്നാലും സെൽഫ് ലവ് നിങ്ങൾ മറക്കാതിരിക്കുക, അല്ലെങ്കിൽ വിട്ട് കളയാതിരിക്കുക. സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നേരെ തിരിച്ചടിക്കാൻ ശ്രമിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ സോളിനെ ഒരു ഇമ്പോർട്ടൻറ്റും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രിയോറിറ്റി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിന് നിങ്ങളുടെ നേർക്ക് തിരിച്ചടിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. സോ അവിടെ നിങ്ങൾക്ക് തോൽവിയായിരിക്കും, നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും, നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള എനർജി ഉണ്ടാവില്ല, കൺഫ്യൂഷൻ ആയിരിക്കും, ഡിപ്രഷൻ ആയിരിക്കും. സോ ശ്രദ്ധിക്കുക. ഓക്കെ, ആക്ഷൻസ് എടുക്കുക, ചേഞ്ച് കൊണ്ടുവരിക. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസണേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.